പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെന്തായാലും രാവിലെ തുടങ്ങിയ ഓട്ടം അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത അവസാനത്തെ കോള് വന്നിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുരുക്കുമ്പുഴ, തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിണറ്റിലിറങ്ങിയ ഒരു ചെറിയ പാമ്പിനെ, ചുരുട്ട എന്ന് പറഞ്ഞ പാമ്പിനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനിപ്പോൾ മുകളിലേക്ക് കയറി. അപ്പോഴാണ് എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരു 5 മിസ് കോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ തിരിച്ച് വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് നിലമേൽ എന്ന് പറയുന്ന നിലമേലല്ല നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നിലയ്ക്കൽ. അവിടെ ഒത്തിരി വീടുകളുണ്ട്. അവിടെ ആ വീട്ടിനടുത്ത് പാറക്കെട്ടിനോട് ചേർന്ന ഒരു പാമ്പിനെ കണ്ടു എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് പാമ്പ് തെറ്റാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇതിന് മുന്നേ അട്ടത്തോട് എന്നുള്ള സ്ഥലത്ത് 2 പാമ്പുകളെ രാജവെമ്പാലയുടെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജവെമ്പാലാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഇപ്പോഴും വിളിച്ചിരിക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പറുടെ സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിന് അത് തെറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹം എന്തായാലും ആ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ സമയം കളയാനില്ല. ഇനി ഇവിടെ നിന്ന് ഏകദേശം 180ഓളം കിലോമീറ്റർ ഓടി എത്തേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ അതിഥിയെ കൂടി എനിക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിലാക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ 70ാമത്തെ 69 രാജവെമ്പാലെ കഴിഞ്ഞ ആഴ്ച 69ാമത്തത് പിടിച്ചു കുളത്തൂപ്പുഴ ഡാലിയിൽ നിന്ന്. ഇപ്പോൾ 70ാമത്തെ രാജവെമ്പാലെ പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സമയം കളയാനില്ല. നമ്മുടെ ലാപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട റാപ്പിട്ടിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. സമയം കളയേണ്ട, അവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും നമുക്ക് ആ അതിഥിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ ദൗത്യ സ്ഥലത്തെത്തി. പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ നിലയ്ക്കൽ എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഫുൾ ടീം, നമ്മുടെ റാന്നിയിലെ RR ടീം, അതുപോലെ പ്ലാപ്പള്ളിയുടെ ഓഫീസർമാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സമയം കളയണ്ട. ഇവിടെ ഒരു 6:45 വിളിച്ചാണ് സമയങ്ങളുടെ സ്ഥലത്തേക്ക് പോകാം. രാജവെമ്പാല എന്നാണ് ഇവർ പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് പിടിക്കുന്ന രാജവെമ്പാലയുടെ 70ാമത്തെ 70ാമത്തെ രാജവെമ്പാല പിടിക്കാൻ നമുക്ക് കഴിയും. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ഈ അടുത്ത് ഈ പാറക്കെട്ടിനകത്തെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് ഓക്കെ. സാറേ ഇതിലേയും കയറാം. സാറേ വരുന്നില്ലേ പറ്റില്ലേ ഉണ്ടല്ലേ? ഇതൊക്കെ നിങ്ങളിപ്പോൾ പൊളിച്ചാണോ? ഇത് പൊളിച്ചു നോക്കിയാണോ? അല്ല, ഇതിനെ പൊളിച്ചാണോ? അപ്പോഴും ഇതിനെ കണ്ടിട്ട് പൊളിച്ചാണോ? എനിക്ക് വയ്യ. കുറേ പൊളിക്കേണ്ടി വരുമല്ലോ. ഇല്ല, അവിടെ കണ്ടുവെങ്കിലും നമ്മൾ അനക്കുമ്പോഴേ അങ്ങോട്ട് മാറാൻ സാധ്യത. കയറുക. അങ്ങ് കയറിയാ കണ്ടെണ്ണ, ഞാൻ കണ്ടെണ്ണ. എൻ്റെ തല വേറെ ശ്രീയാർത്ഥം. എന്തായാലും കണ്ടു, രാജവെമ്പാലയാണ്. ഈ പാറയിടിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കൂടിയപ്പോൾ അത് ഇതിനകത്തൂടെ അകത്തേക്ക് ഇങ്ങ് വലിഞ്ഞു. നമുക്ക് എന്തായാലും ഇനി കുറച്ച് പണി ചെയ്യണം. ഈ കല്ലൊക്കെ ഒന്ന് പൊളിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയൂ. എന്തായാലും നമുക്ക് ഈ കല്ല് കുറച്ചൊന്ന് പൊളിക്കാം.
തല കോരിക്കണം. തല തല തിരിച്ചു വരും. ഇവിടെ വരും, നോക്കിക്കോണം കേട്ടോ. ഇവിടെ വരും തല. എന്തായാലും അതിഥിയെ നമ്മൾ കണ്ടു. ഇതാ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശരീരം കാണുന്നത്, ഇവിടെ അദ്ദേഹത്തിൻ്റെ തല ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇതാ തല പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. ഈ അതിഥി അത്ര വലുതൊന്നുമല്ല, കുഞ്ഞനതിഥി, ചെറിയ ഒരു 3-4 വയസ്സിനടുത്തുള്ള പ്രായമേ ഉള്ളൂ. ഒരു 10 അടിയോളം നീളം മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. എന്തായാലും നമുക്ക് അതിഥിയെ ഇനി ഇവിടെ നമ്മൾ പാറ ഇടിക്കുന്നതിനകത്ത് അകത്തോട്ട് പോയി അടുത്ത് പാറ പഠിക്കാനുള്ള അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ പുറത്തിറക്കാം. കഴിവിൻ്റെ പരമാവധി നിൽക്കുന്ന ആൾക്കാർ കുറച്ച് മാറി നിൽക്കണം. മാറി നിൽക്കണം. അല്ല, ഇത് തന്നെ ഇറങ്ങാം സാർ, എണി വഴി ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് പണിപ്പെട്ട് ഇദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയും. ആ കല വാങ്ങി തരാമോ ചേട്ടാ? അവിടുന്ന് മാറിയിക്കണേ. ഇത് മൊത്തം പന്ന സാധനം പന്നടിച്ച് മറിഞ്ഞ് ചിലപ്പോൾ ഇരുന്നു. ഇത് താനെ പുറത്തേക്ക് വരും. താനെ സാറേ സാറേ തല പിടിച്ചിരിക്കുന്നു. നോക്കിക്കണേ. ആ തരാം. ഇനി മാറി നിൽക്കണം, ഇനി മാറി നിൽക്കണം. അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് മതി. പിന്നെയാണ് പണി. ഓ കുഴപ്പമില്ല സാറേ, ഒരു അല്പ കല്ലിട മറിക്കാമോ സാറേ? അവിടെ ഒരു കല്ലിട അവിടെ നിന്ന് മക്കളെ ഒന്ന് സാറത്തേക്ക് തല നോക്കണം സാറേ. ഓ എന്തായാലും അല്പം പണിപ്പെട്ടെങ്കിലും ഇവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും അത് എന്തായാലും അവർക്ക് സംശയം തെറ്റിയില്ല. അവരുടെ സംശയമായിട്ടല്ല, കറക്റ്റായിരുന്നു. രാജവെമ്പാല തന്നെയായിരുന്നു. കിങ് കോബ്ര മെയിൽ ആൻഡ് രാജവെമ്പാലേശം
11 അടിയോളം നീളം വരും ഇദ്ദേഹത്തിന്. 11 അടിയിൽ കൂടുതൽ നീളം വരും. ഏകദേശം 5 വയസ്സിനടുത്ത് പ്രായം വരും. ഇപ്പം നല്ല ആരോഗ്യമില്ലാത്തൊന്നുമല്ല, നല്ല ഭക്ഷണം കിട്ടി കിടന്ന രാജവെമ്പാല തന്നെയാണ് ഇദ്ദേഹം. ഭക്ഷണം തേടി വന്നതാണ്. നോക്കുക. എന്തായാലും നമുക്ക് ഈ അതിഥിയെ താഴേക്ക് ഇറക്കാം. ഈ അതിഥിയെ കൊണ്ട് ഞങ്ങൾ താഴേക്ക് വരാം. നമുക്ക് താഴെ ഇവിടെ നിന്ന് നമ്മളിനി സർക്കസ് കാണിക്കുന്നത് പാമ്പിനും അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല, ഒഫിയോഫാഗസ് ഹന്ന. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയ്ക്ക് 18 അടിയോളം നീളമുണ്ട്. രാജവെമ്പാലയുടെ വിഷം ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെടുന്നു. വിഷപ്പാമ്പുകളടങ്ങുന്ന മറ്റു നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവെമ്പാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഒഫിയോഫാഗസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. രാജവെമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും പ്രസ്തുത ഉരകം മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വർഗമാണെന്ന ധാരണ പൊതുവായിട്ടുണ്ട്. നാജ കുടുംബത്തിലെ പാമ്പുകളെ പോലെ പത്തി വിടർത്താൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി യാതൊരു സാമ്യവും രാജവെമ്പാലയ്ക്കില്ല. സാധാരണഗതിയിൽ രാജവെമ്പാലയ്ക്ക് അതിന്റെ നീളത്തിന്റെ 1/3 ഭാഗം തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഭയചകിതനാക്കും വിധം നോക്കുവാൻ ഈ സർപ്പത്തിന് കഴിയുന്നത് കാരണം രാജവെമ്പാലയെക്കുറിച്ച് പല അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. രാജവെമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാജവെമ്പാല 20 മുതൽ 40 വരെ മുട്ടകൾ ഇടുന്നു. പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിനു മുകളിൽ അടയിരിക്കുന്നു. ഇങ്ങനെ കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാലയാണ്. വിരിയുന്നതിന് തൊട്ടുമുമ്പ് തള്ളപ്പാമ്പ് സ്ഥലം വിടുന്നു. അടയിരിക്കുന്ന രാജവെമ്പാല വളരെ അപകടകാരിയാണ്. സാധാരണയായി 60 മുതൽ 80 ദിവസം വരെ വേണം മുട്ടകൾ വിരിയാൻ. ഇതര നാഗങ്ങളെപ്പോലെ രാജവെമ്പാലയും അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിക്കുന്നു. ഏകദേശം 300 അടി ദൂരെയുള്ള ഇരയെപ്പോലും ശ്രദ്ധിക്കാനാകും മട്ടിൽ കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങളിൽ പൊടുന്നതിനെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിശക്തിയും രാജവെമ്പാലയെ നല്ലൊരു വേട്ടക്കാരനാക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിലെ 70ാമത്തെ രാജവെമ്പാല. 13 അടി നീളമുള്ള 5 വയസ്സ് പ്രായമുള്ള ആൺ രാജവെമ്പാല. ഇദ്ദേഹത്തിന് ഇപ്പോൾ നല്ല ആരോഗ്യമാണ്, ആരോഗ്യക്കുറവൊന്നുമില്ല, നല്ല ആരോഗ്യമാണ്. ഈ 5 വയസ്സ് പ്രായത്തിൻ്റെയും 13 അടിയോളം നീളത്തിൻ്റെയും 5 കിലോയോളം ഭാരമേ ഇദ്ദേഹത്തിനുള്ളൂ. നല്ല ഹെൽത്തിയാണ്. അത് നോക്കാം നമുക്ക്. നല്ല ആരോഗ്യമാണ് ഈ ശരീരത്തിന്, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുന്നേ ശബരിമല സന്നിധാനത്തു നിന്ന് ഒരു രാജവെമ്പാല പിടികൂടി. അതിന് നല്ല ശോഷിപ്പും ആരോഗ്യമില്ലാത്തൊരു പാമ്പായിരുന്നു. ഇതിൻ്റെ 3 ഇരട്ടി കനം ഉണ്ടായിരുന്നെങ്കിലും നല്ല ടയേർഡായിരുന്നു. ഇതിന് ടയേർഡൊന്നുമല്ല, നല്ല ആരോഗ്യമുണ്ട് ഇദ്ദേഹത്തിന്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കെട്ടുകൾ തന്നെ ഇപ്പോൾ അടുത്ത ചട്ട പൊഴിക്കാറായതുകൊണ്ടാണ് ഈ പടം അതിൻ്റെ ലൈനുകൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കാത്തത്. ചട്ട പൊഴിക്കാറായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെ വന്ന് കയറിയിട്ട് ഇവർ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മേഖല ഈ ഭാഗത്ത് എവിടെയും തന്നെ ഏതെങ്കിലും പൊന്തക്കാട്ടിലോ പാറയിടിക്കകത്തോ ചട്ട പൊഴിച്ചിട്ട് അടുത്ത് ഭക്ഷണം തേടി പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ആ ചട്ട നമ്മളിപ്പോൾ കരിങ്കല്ല് പൊളിച്ച സ്ഥലത്ത് കരിങ്കല്ലിനകത്ത് ചേരയുടെ സ്കിന്നും ചേരയുടെ മോഷനും അതിനകത്തുണ്ട്. അപ്പോൾ ചേരയെ തേടി ഭക്ഷണം തേടി വന്നതും കൂടി ആയിരിക്കാം ഇദ്ദേഹം. എന്തായാലും നമുക്ക് ഈ അതിഥിയെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ ചാക്കിലാക്കി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വിടുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ രാത്രി 11 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. എന്തായാലും സമയങ്ങളിൽ നല്ല മഞ്ഞും മഴക്കോളുമൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 രാജവെമ്പാല പിടികൂടി. അതിൻ്റെ അടുത്ത് തന്നെ നിലയ്ക്കൽ, ശബരിമലയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം നിലയ്ക്കൽ ക്ഷേത്രവും നിലയ്ക്കൽ പാർക്കിംഗ് ഏരിയയൊക്കെ ഉള്ളത്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിനെ പിടി. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇവിടുന്ന് രാജവെമ്പാല കണ്ടതായിട്ടൊന്നും റിപ്പോർട്ടില്ല. കാരണം അത്രയ്ക്ക് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ ഉള്ള പാമ്പുകൾ തന്നെ ഇവിടെ ഉള്ള പാമ്പെന്ന് പറയുമ്പോൾ 2 ടൈപ്പിലെ പാമ്പുകളുണ്ട്. രാജവെമ്പാലയുമുണ്ട്,
അല്ലാത്ത പാമ്പുകളും വെനമില്ലാത്ത പാമ്പുകളുമുണ്ട്, മൂർഖൻ പാമ്പുകളുണ്ട്. അപ്പോൾ ഈ മൂർഖൻ പാമ്പിനെയും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ 2 ടൈപ്പ് പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ചിലർ ചിരിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ കഴിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ രാജവെമ്പാല കഴിഞ്ഞാൽ മൂർഖൻ, അണലി, ചേര എന്തെങ്കിലും പാമ്പ് ഇവരെയൊക്കെ കഴിക്കുന്ന ഒരു വിനോദം കൂടി ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇവിടെ രാജവെമ്പാലയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടെ മൂർഖൻ്റെ, അണലിയുടെയൊക്കെ സാന്നിധ്യം കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ മുതിർന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഇതിനു മുന്നേ രാജവെമ്പാലയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് വെറുതെ ആയില്ല. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കുക, 13 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെ, ഇദ്ദേഹം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ നാക്ക്, ഇദ്ദേഹത്തിൻ്റെ കൈ, കയ്യിലെ ചൂട് അറിയാൻ ശ്രമിക്കും. നല്ല ഹെൽത്തിയാണ്. ഓഫീസർമാർക്ക് അറിയാം, നല്ല ആരോഗ്യമുള്ള പാമ്പാണ്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിനെ ഇനി വെച്ച് കളിക്കുന്നില്ല. ഏകദേശം 13 അടിയിൽ കൂടുതൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. കൃഷ്ണസർപ്പം എന്നറിയപ്പെടുന്ന, രാജവെമ്പാല എന്നറിയപ്പെടുന്ന, കിങ്കോബ്ര എന്നറിയപ്പെടുന്ന, കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന, കൂടൻ കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന, കരിങ്കോമാളി എന്നറിയപ്പെടുന്ന, ശംഖുമാല എന്നറിയപ്പെടുന്ന അതിഥിയാണ് നമ്മൾ ഇവിടുന്ന് പിടികൂടിയത്. ഉദ്ദേശം 13 അടിയോളം നീളമുള്ള, 5 വയസ്സ് പ്രായമുള്ള, 5 കിലോയ്ക്ക് താഴെ ഭാരമുള്ള രാജവെമ്പാലനെ പിടികൂടിയത്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഞങ്ങൾ 40ഓളം രാജവെമ്പാലനെ പിടികൂടി, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ 70ാമത്തെ രാജവെമ്പാലൻ ഇന്ന് ഈ രാത്രി നമ്മൾ പിടികൂടുന്നു. ഇനി നമുക്ക് സമയം കളയാനില്ല. മണി 12ആയി. ഇത്രയും ഓഫീസർമാർ കഴിഞ്ഞ ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ കഴിഞ്ഞ രാജവെമ്പാല പിടിക്കാൻ നിങ്ങളെല്ലാവരും, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. 3 ജീപ്പ് നിറച്ചായിരുന്നു ഓഫീസർമാർ ഈ പാമ്പിനെ പിടിക്കാനും കാട്ടിലേക്ക് വിടാനുമായിട്ട് വന്നത്. ഇന്നും അതുപോലെ അവർ ഞാൻ 6 മണിക്ക് തിരിച്ചപ്പോഴേ അവർ ഇവിടെ വന്ന് ഇത് ലൊക്കേറ്റ് ചെയ്തതെല്ലാം ക്ലിയറായിട്ട് സാറന്മാരെന്നെ വിളിച്ച് പറഞ്ഞു. എന്തായാലും ഇവരുടെയൊക്കെ അകമൊഴിഞ്ഞ സഹകരണവും നല്ല സമീപനമുള്ളതാണ് നമുക്ക് ഈ ജീവികളെ സംരക്ഷിക്കാൻ കഴിയുന്നത്. അവരുടെ ദൗത്യമാണത്. അവർ എന്നെയും അതിൽ പങ്കാളിയാക്കി ഈ സാധുജീവികളെ സംരക്ഷിക്കാൻ എന്നോടൊപ്പം, അല്ലെങ്കിൽ ഇവരോടൊപ്പം ഞാനുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ദൗത്യം കഴിഞ്ഞ് ഉദ്ദേശം മണി 12 കഴിഞ്ഞു. നമുക്ക് ഈ അതിഥിയെ വിടാനായി കാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നല്ല മഞ്ഞും ചെറിയ മഴയുമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളെ വണ്ടിക്ക് സ്വീകരണങ്ങളൊക്കെ ഉണ്ടാവാം, ആനയുടെയോ ഒക്കെ. എന്നാലും സന്തോഷം, ഞങ്ങളിപ്പോൾ തന്നെ ഈ രാത്രി തന്നെ ഈ പാമ്പിനെ, ഈ അതിഥിയെ കാട്ടിലേക്ക് വിടാനായി യാത്രയാവുകയാണ്. എന്തായാലും സന്തോഷം. നമ്മുടെ ഈ തണുത്ത അന്തരീക്ഷം, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ നേരത്തെ പിടിച്ച അതിഥിയെ റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ തുറന്നു വിടുന്ന സ്ഥലമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഉദ്ദേശം 2:15 കഴിഞ്ഞു. 2:15 മണിയായി കഴിഞ്ഞു. എന്തായാലും ഒരുപാട് ആ പാമ്പിനെ പിടിച്ചതിന് ശേഷം ഒരുപാട് 40 കിലോമീറ്റർ ഇപ്പുറം ചിന്നക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഈ അതിഥിയെ റിലീസ് ചെയ്യുകയാണ്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ രാജവെമ്പാല പിടിക്കുന്നതും ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഇത് 70ാമത്തെ രാജവെമ്പാലയാണ്. ഇതിൽ 40ഓളം രാജവെമ്പാല പിടികൂടിയത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 938797944441.